അപ്പോൾ ഇന്ന് ഞാനൊരു നൈറ്റി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് ഫീഡൊക്കെ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻവിസിബിൾ സിബും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു നൈറ്റിയാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ മുകളിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുത്ത് കറക്റ്റ് ലെങ്ത്തും കാര്യങ്ങളും മാർക്ക് ചെയ്ത് താഴത്താണ് ഓപ്പൺ വരുന്നത്. അവിടുന്ന് കറക്റ്റ് ലെങ്ത്തും കാര്യങ്ങളും മാർക്ക് ചെയ്ത് മുകളിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുത്തു കേട്ടോ. നമ്മുടെ കഴുത്തിൻ്റെ അകലം 3 ഇഞ്ച് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഷോൾഡർ വേണ്ടത് 3.5 ഇഞ്ചാണ്. അപ്പോൾ 3.5 ഇഞ്ചിൻ്റെ ഒന്നിച്ച് ഞാൻ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 4.5 ഇഞ്ചിലാണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ ലെങ്ത്ത് പറഞ്ഞാൽ 50 ഇഞ്ചാണ് അവർ മാക്സിക്ക് ലെങ്ത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ 2.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തത്. അങ്ങനെ 52.5 ഇഞ്ചിലാണ് നമ്മുടെ ലെങ്ത്തും കാര്യങ്ങളും മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആ ഷോൾഡറിൻ്റെ സെയിം അളവിന് ജസ്റ്റ് കുറച്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തു കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വളഞ്ഞൊക്കെ പോകും. ഇനി നമുക്കത് ഇതുപോലെ വെച്ചിട്ട് സ്കെയിൽ വെച്ചിട്ട് മുകളിൽ താഴത്തേക്ക് സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു കേട്ടോ. ഞാൻ താഴത്തുനിന്ന് ലെങ്ത്ത് മാർക്ക് ചെയ്തെന്ന് വെച്ചാൽ മുകളിൽ കുറച്ച് ബാലൻസ് തുണി കണ്ടോ, നമുക്ക് അവിടെ നിന്നൊക്കെ സ്ലീവ് എടുക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ ജസ്റ്റ് ഇങ്ങനെ ആം ഹോൾ ലെങ്ത്തിന് ഷോൾഡർ ചെരിവ് കൊടുക്കേണ്ടെന്ന് വന്നിട്ട് ആദ്യം വിചാരിച്ചു. പിന്നെ വിചാരിച്ച് ഷോൾഡർ ചെരിവ് കൊടുക്കാന്ന് കേട്ടോ. അതാണ് ഞാൻ പിന്നെ അത് കറക്റ്റാക്കി മാർക്ക് ചെയ്യാതെ ഇരുന്നതും. അപ്പോൾ ഷോൾഡർ ചെരിവ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്തിട്ട് വേണം ഷോൾഡർ ചെരിവ് കൊടുക്കാൻ വേണ്ടി. അവിടെ നിന്നാണല്ലോ നമ്മൾ ഷോൾഡർ ചെരിച്ച് കൊടുക്കുന്നത്. നമുക്ക് ആദ്യം നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം കേട്ടോ. ഫ്രണ്ടിലേക്ക് എടുക്കുന്ന നെക്കിൻ്റെ ലെങ്ത്ത് 5.5 ഇഞ്ചാണ് നെക്ക് എടുക്കുന്നത്. ബാക്കിലേക്ക് എടുക്കുന്നത് 4 ഇഞ്ചാണ്. അപ്പം നമുക്ക് ബോക്സ് വരച്ചിട്ടും അതിൻ്റെ ഉള്ളിൽ എന്ത് നെക്കിൻ്റെ എന്ത് ഷേപ്പാണ് വേണ്ടത് വെച്ചാൽ അത് വരച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നെക്കാണ് വരച്ചെടുക്കുന്നത്. നെക്കൊക്കെ വരയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ നമുക്ക് നമ്മുടെ ആം ഹോൾ വരക്കുന്ന ആ സ്കെയിൽ വെച്ചിട്ട് നെക്ക് ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ വരച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് നെക്കൊക്കെ കിട്ടലുണ്ട്. നല്ല റൗണ്ട് ഷേപ്പ് തന്നെ കിട്ടും. അതിന് ശേഷം നമുക്ക് ആ നെക്കിൻ്റെ 3 ഇഞ്ച് മാർക്ക് ചെയ്തില്ല കഴുത്തകലം, അവിടുന്ന് നമുക്ക് ആ ഷേപ്പ് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ഇഞ്ചാണ് ഷോൾഡർ ചെരിവ് കൊടുക്കുന്നത്. ഷോൾഡറിൻ്റെ അടുത്ത് താഴത്തേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ 3 ഇഞ്ചിൽ നിന്ന് 1/2 ഇഞ്ചിലേക്ക് ജസ്റ്റ് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുന്നത്. ഷോൾഡർ ചെരിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ മെറ്റീരിയലിൽ ഇപ്പോൾ മാച്ചായ ചോക്ക് എനിക്ക് വേറെ ഒന്നും കിട്ടിയിട്ടാണ് കാണുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതൊരു ബ്ലൂ കളർ ചോക്കാന്ന് വേറെ ഒന്നും കിട്ടുന്നില്ല. പിന്നെ വെച്ചാൽ ആ ഒരു ഷോൾഡർ ചെരിവ് മാർക്ക് ചെയ്തെടുക്കുന്നത് നമുക്ക് നമ്മുടെ ആം ഹോളിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് അപ്പുറത്തേക്കും കൂടെ അതേ അളവ് കൊടുക്കുന്നുണ്ട്. അതും ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വളഞ്ഞൊക്കെ പോകട്ടോ. ഞാൻ 7 ഇഞ്ചാണ് നമ്മുടെ ആം ഹോളിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് മുകളിലേക്ക് വെക്കുമ്പോൾ എനിക്കൊരു 7.5 കിട്ടുന്നുണ്ട്. ആ ഒരു 7.5 ഞാനത് അങ്ങോട്ടേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഈ ചെസ്റ്റിൻ്റെ അടുക്കുന്ന അങ്ങോട്ടേക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഷേപ്പ് ഇതുപോലെ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. അപ്പം നമ്മൾ കറക്റ്റുള്ള ചെസ്റ്റ് അളവാണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. അവരുടെ ചെസ്റ്റ് അളവ് വരുന്നത് 38 കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്യുന്ന സമയത്ത് 38 അളവ് വന്നത് ഞാനൊരു 42 ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് അലക്കുന്ന സമയത്ത് ഒന്നും കൂടി ചുരുങ്ങിയിട്ട് ചെസ്റ്റിൻ്റെ അടുത്ത് ചെറിയൊരു ടൈറ്റ് വന്നു പറഞ്ഞു. അപ്പോൾ ഇപ്രാവശ്യം കുറച്ചും കൂടി ലൂസാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 44 ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. 44 നമ്മൾ 4 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് 11 ഇഞ്ചാണ് കിട്ടിയത്. തയ്യൽ തുമ്പിന് ഒരു 1.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അധികം നൈറ്റി തുണി അലക്കുന്ന സമയത്ത് ചെറിയൊരു ചുരുക്കം വരലുണ്ട്. അത് അത്ര കാര്യമാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ 42 ചെയ്തത്. കുറച്ചൊരു ടൈറ്റ് ചെറുതായിട്ടും. അപ്പോൾ ഇപ്രാവശ്യം കുറച്ചും കൂടി ലൂസാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ആം ഹോൾ വരക്കാട്ട്. ഇതുപോലെ ആം ഹോളിൻ്റെ ലെങ്ത്തിൻ്റെ സെൻറ്റർ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇത് നമുക്ക് നമ്മുടെ ആം ഹോളിൻ്റെ സ്കെയിൽ വെച്ചിട്ട് വരച്ചെടുക്കാം. നമ്മൾ ഈ ആം ഹോൾ ലെങ്ത്തിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തും ആ ചെസ്റ്റ് അളവിൻ്റെ അടുത്ത് കറക്റ്റായിട്ട് ഇത് വെക്കാം. കറക്റ്റ് ചെസ്റ്റ് അളവ് വരെ മാത്രമേ നമുക്ക് വരച്ചു കൊടുക്കണ്ടൂ കേട്ടോ. നമുക്ക് ആ തയ്യൽ തുമ്പ് വേണ്ട. ചെസ്റ്റ് അളവ് എവിടെയാണ് ആ പോയിന്റ് കിട്ടുന്നത് അവിടത്തേക്ക് നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ഷേപ്പ് ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കാം കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് കുറച്ച് കുഴിച്ച് കട്ടാൻ നൈറ്റിക്ക് ആവശ്യമില്ലെന്ന് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3/4 ഇഞ്ച് ഇതുപോലെ ഉള്ളിലോട്ടേക്ക് മാർക്ക് ചെയ്തും അതിന് ശേഷം ആ 3/4 ഇഞ്ച് വന്ന ആ പോയിന്റില്ലേ, ആ പോയിന്റിൽ നിന്ന് നമ്മുടെ ഷോൾഡറിലേക്ക് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആം ഹോളൊന്ന് കുഴിച്ച് വരച്ചു കൊടുക്കാം കേട്ടോ. വലുതായിക്കൊന്നുമില്ല, ചെറിയ രീതിക്കേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ഞാൻ ജസ്റ്റ് ഒരു പിങ്ക് കളർ ചോക്കോട്ട് വരച്ചിട്ടുണ്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അത് വെച്ചാൽ ചോക്ക് വേറെ കളറൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ തന്നെ ഒരു മെറ്റീരിയലും ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വേസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. വേസ്റ്റ് അളവ് വരുന്നത് ഷോൾഡറിൻ്റെ എടുക്കുന്ന വേസ്റ്റിൻ്റെ ഒരു ലെങ്ത്ത് നമുക്കൊരു 13.5 14 ഇഞ്ച് അത്രയൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഞാനൊരു 13.5 മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വേസ്റ്റ് അളവ് എനിക്ക് അവർ തന്നിട്ടുള്ളത് 35 ഇഞ്ചാണ് വേസ്റ്റ് തന്നിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു 40 ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ചുരുങ്ങേണ്ടെന്ന് വിചാരിച്ചിട്ടും 40 എടുത്തിട്ടുണ്ട്. 40 നമ്മൾ 4 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് 10 ഇഞ്ചാണ് കിട്ടുന്നത്. 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. പിന്നെ തയ്യൽ തുമ്പിൽ നമ്മുടെ 1.5 ഇഞ്ചും കൂടി കൊടുത്തിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ എടുക്കുന്ന വേസ്റ്റിൻ്റെ അടുത്തേക്ക് ഷേപ്പ് കൊടുക്കാം. വലിയ ഷേപ്പൊന്നും വരില്ല, ചെറുതായിട്ടൊരു ഷേപ്പ് വരിലും ആ ഷേപ്പ് വരെ കൊടുക്കാം. ഈ 2 അളവുകൾ മാത്രമേ നമുക്ക് വേണ്ടൂ കേട്ടോ. പിന്നെ വേസ്റ്റിൻ്റെ എടുക്കുന്നത് നമുക്ക് നമ്മുടെ ഇലയിലൊക്കെ വരക്കുന്നില്ല, അതുപോലെ സൈഡിലേക്ക് ഇങ്ങനെ ഷേപ്പ് വരച്ച് കൊടുത്താൽ മതി കേട്ടോ.
ഇങ്ങനെ പകുതി വരെ ഇങ്ങനെ ഷേപ്പ് വരച്ചെടുത്തു ആയിരുന്നു നമ്മൾ താഴത്തേക്ക് ഇതുപോലെ ഇങ്ങനെ ആ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം എൻ്റെ ടേബിൾ കുറച്ച് ചെറുതാണ്, ഫുള്ളി വിരിച്ച് വെക്കേണ്ട സൗകര്യം ഇല്ലാണ്ട് അപ്പോൾ കുറച്ച് താഴത്തേക്കാണ് മെറ്റീരിയൽ ഉണ്ടത്. അപ്പോൾ പറ്റുന്നത്ര ഞാൻ ഷേപ്പ് വരച്ചെടുത്തു. അതിന് ശേഷം ഞാൻ ഇതുപോലെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ബാക്ക് പീസ് മാറ്റിയതിന് ശേഷം നമ്മുടെ ഫ്രണ്ടിൽ താമ്പോളത് ഇതുപോലെ ഒന്നിങ്ങനെ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് നോക്കണം. നമുക്ക് ആ മുകളിലത്തെ ആ പീസ് നമുക്ക് സ്ലീവ് ഇതുപോലെ എടുക്കാണ്ട് കിട്ടും. സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്ന 5 ഇഞ്ചാണ്. അപ്പോൾ 5 ഇഞ്ചിന് വെച്ച് നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 6.5 ഇഞ്ചിലാണ് കേട്ടോ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ 2 സൈഡിൽ നിന്ന് 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. പിന്നെ സ്ലീവിന് നമ്മൾ ഷേപ്പ് കൊടുക്കാൻ വേണ്ടി ആ ഒരു സൈഡിൽ നിന്ന് 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യില്ല, ആ ഒരു 3 ഇഞ്ച് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് അതും താഴത്തെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുക. കറക്റ്റായിട്ട് നമുക്ക് സ്ലീവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇവിടുന്ന് നമുക്കിത് ഇതുപോലെ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടും ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ചെസ്റ്റ് അളവ് എത്ര നോക്കാം. 11 ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റ് എടുക്കുക. അത് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് 11 ഇഞ്ച് എവിടത്തേക്ക്, ആ 3 ഇഞ്ച് വരച്ചെടുത്തേക്ക് വേണം 11 ഇഞ്ച് കിട്ടണം. 3 ഇഞ്ച് ഇതുപോലെ വരുന്ന രീതിക്ക് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ വരുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ 11 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ ക്രോസിൽ വേണം വെച്ച് കൊടുക്കാൻ പറ്റും. 3 ഇഞ്ചിൻ്റെ ആ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്തില്ല, ആ ലെങ്ത്തിൻ്റെ ലൈനിൽ എവിടെയാണ് വരുന്നത് നോക്കാം. പിന്നെ നമുക്ക് താഴത്ത് നമ്മുടെ 7 ഇഞ്ച് കൈൻ്റെ ലൂസും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ട് ഇതുപോലെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഷേപ്പ് ഒന്ന് വരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് മുകളിൽ ചെറിയൊരു ഷേപ്പിന് വേണ്ടി ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ 2.5 ഇഞ്ചൊക്കെ കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് വരച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് ഇവിടുന്ന് നമുക്ക് കയ്യിലേക്ക് ഷേപ്പ് കൊടുക്കാം കേട്ടോ. അവിടുന്ന് ആദ്യം നമുക്കിത് ഇതുപോലെ സ്ട്രെയിറ്റ് വരാം കേട്ടോ. ഒരു 1.5 ഇഞ്ച് നമ്മൾ കൊടുത്തില്ലേ, താഴത്ത് കൊടുത്തില്ലേ, അതേപോലെ ജസ്റ്റ് ഇതുപോലെ ഒരു 1.5 ഇഞ്ച് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വന്നതിന് ശേഷം അവിടുന്ന് മുകളിലേക്ക് സ്ലീവിൻ്റെ കൊടുത്തത്, സ്ലീവ് മുറിക്കുന്നതിൻ്റെ വേറെ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിയുന്നില്ല, കാരണം അത്രയും ലെങ്ത്ത് വരുമല്ലോ. അപ്പോൾ നമുക്കിതുപോലെ ജസ്റ്റ് സ്ലീവ് ഒന്ന് ഇതുപോലെ വരച്ചിട്ട് നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലീവ് ഇതിവിടെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഫ്രണ്ട് വശം കുഴിച്ച് വിട്ടുകൊണ്ട് തന്നെ നമ്മൾ സ്ലീവിന് ഫ്രണ്ട് വശം കുഴിച്ച് വെട്ടണം. അപ്പോൾ നല്ല വശം നല്ല പ്രിൻ്റ് ഒരുമിച്ച് വരുന്ന രീതിക്ക് വെച്ചിട്ടത് ഇതുപോലെ ജസ്റ്റ് ഒരു 1 ഇഞ്ച് ഇതുപോലെ ഇങ്ങോട്ടേക്ക് നീക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ട് ആദ്യം നമുക്ക് സെൻറ്ററിൽ ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കാം. ആ നോച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു 1 ഇഞ്ച് ഇങ്ങനെ ഡിഫറൻസിൽ വെച്ച് കൊടുക്കാം. ആ വെച്ച് കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു ഷേപ്പ് കാണും, അത് കുറച്ച് എക്സ്ട്രാ തുണി ഇങ്ങനെ കാണും. ആ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഷേപ്പ് കിട്ടും. ഷേപ്പ് വരക്കാൻ അറിയുന്നവരാണ് നമുക്ക് ഷേപ്പ് വരച്ചെടുക്കാം. അപ്പം അല്ലാത്തവർക്കാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ 1 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആ താഴത്തെ പീസിൽ നമുക്ക് ചെറിയൊരു പീസ് എക്സ്ട്രാ വരുന്നത് കണ്ടോ, ആ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അത് കട്ട് ചെയ്ത് കളയുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ഷേപ്പ് കിട്ടും. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കളയാം. അത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ രണ്ടും ഒരുപോലെ വെക്കുക. അതായത് ആ 2 സൈഡ് നമുക്ക് ഒരുപോലെ ഇങ്ങനെ കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. ഓപ്പോസിറ്റ് വശം എടുക്കുന്ന സമയത്ത് കണ്ടത് അവിടെ കുറച്ച് മെറ്റീരിയൽ ഇതുപോലെ ഇങ്ങനെ കുഴിഞ്ഞ് വന്നത് കണ്ടോ, അതാണ് നമ്മുടെ ഫ്രണ്ട് വരുന്നത്. നമുക്ക് ഫ്രണ്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതിൻ്റെ അറ്റത്ത് ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം നമുക്ക് സ്ലീവ് വെക്കുന്ന സമയത്ത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു നോച്ച് നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ സ്ലീവ് കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് വെക്കേണ്ട സിബിൻ്റെ പീസ് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചെറിയ സിബ്ബാന്ന് എടുത്തിട്ടില്ല, അവർ ചെറുത് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിബ് എത്രയാണോ വരുന്നത് അതിനേക്കാളും കുറച്ചധികം ലെങ്ത്തിൽ നമുക്കത് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കറക്റ്റായിട്ട് ആ പീസിൽ സിബ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സിബിൻ്റെ ഇത് വരുന്നത്. അതിൻ്റെ കുറച്ച് മുകളിലേക്കായിട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്കിട്ട് അവിടം വരെ നമുക്ക് സെൻറ്ററിലേക്ക് കൂടി ഒന്ന് കട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് നമുക്ക് അടിക്കാൻ പറ്റില്ല, സിബ് കുറച്ച് ഉള്ളിലേക്ക് കൊടുക്കാനുണ്ടല്ലോ. അപ്പോൾ അതുവരെ നമുക്കിത് ഇതുപോലെ സെൻറ്ററിലേക്ക് കട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു കട്ടിൻ്റെ ലെങ്ത്ത് എത്ര വരുന്നത് നോക്കാം. ടേപ്പോടെ അളന്നിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലും നമുക്ക് അത്ര പോലെ ഓപ്പൺ കൊടുക്കാൻ ഏകദേശം ഒരു 10 തോന്നുന്നു കിട്ടുന്നുണ്ടായത്. അപ്പോൾ അത്ര പോലെ തന്നെ ഓപ്പൺ നമുക്ക് ഫ്രണ്ടിലേക്കും കൂടി കൊടുക്കാം കേട്ടോ. 10 അല്ല കേട്ടോ, 7 എന്നിട്ട് എനിക്ക് അതിൻ്റെ ലെങ്ത്ത് കിട്ടി. അപ്പോൾ അതേ ലെങ്ത്ത് നമുക്ക് ടേപ്പ് കൊണ്ട് അളന്ന് നോക്കിയിട്ട് നമുക്ക് ഫ്രണ്ടിലത്തും സെൻറ്ററിലേക്ക് കൂടി ഒരു 7.5 ഇഞ്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ആ പീസിൻ്റെ 2 സൈഡും അതുപോലെ താഴ്വശത്തും ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു പീസ് നമുക്ക് നമ്മുടെ നൈറ്റിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അവിടെ എത്തുമ്പോൾ അവിടെ കുത്തി കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് മുകളിലോട്ടേക്ക് ആദ്യം നമുക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് പ്രസ് സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ പിടിച്ചിട്ട് പ്രസ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സിബ് വെച്ച് കൊടുക്കേണ്ട നോക്കാം. സിബ് നമുക്കത് ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്യട്ടെ. അപ്പോൾ അതിൻ്റെ പല്ല് വരുന്നത് ഈ ഒരു സൈഡല്ലേ, അപ്പോൾ അതെന്താ നേരെ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊടുക്കുക. പല്ലിൻ്റെ സൈഡ് ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ആ സൈഡിലേക്ക് കൂടി ജസ്റ്റ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം സിബ് നീക്കി അതിൻ്റെ അറ്റത്തേക്ക് കൂടി സ്റ്റിച്ച് ഇട്ട് കൊടുത്തത് ആൾ ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ജസ്റ്റ് സിബും അത് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ പല്ലിങ്ങനെ വിടർത്തി നമുക്ക് അതിൻ്റെ
അറ്റത്തേക്ക് കൊടുക്കുക. വൺ സൈഡ് ഫൂട്ടിട്ട് കൊടുത്താൽ കുറച്ചും കൂടി ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. ഫുള്ളായിട്ട് ചെയ്തെടുക്കേണ്ട, കുറച്ച് പകുതി വരെ മാത്രം നമ്മൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. ആദ്യം സിബ് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ വെച്ച് അടിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഈ ഒരു മെഷീന് വൺ സൈഡ് ഫൂട്ട് ഇതുവരെ വാങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഫൂട്ട് വെച്ചിട്ട് തന്നെയാണ് ഇൻവിസിബിൾ സിബ് വെച്ച് കൊടുക്കൽ. അതിനുശേഷം നമുക്ക് ആ സിബിൻ്റെ പല്ലിനോട് ചേർന്ന് വരുന്ന രീതിക്ക് ഇതുപോലെ അടിച്ചെടുക്കാം. കുറച്ച് ടൈം എടുക്കും. മല ചെയ്തെടുത്താൽ മതി. വൺ സൈഡ് ഫൂട്ടാണ് കുറച്ചും കൂടി ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. ഇതുപോലെ രണ്ട് സൈഡ് സിബ് നമുക്ക് ചെയ്തെടുത്തിട്ട് വരാം. അപ്പം നമ്മൾ ഇതുപോലെ സിബ് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് സിബ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ താഴത്ത് കുറച്ച് പീസ് നമുക്ക് മുകളിലേക്ക് നിൽക്കുന്നത് കണ്ടോ, അത് നമുക്ക് താഴത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിന് താഴത്ത് നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് വെച്ചില്ലേ, ആ ഗ്യാപ്പിലേക്ക് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് താഴത്ത് വന്ന ആ ഒരു ഗ്യാപ്പിൽ ആ ഒരു ഗ്യാപ്പ് ക്ലോസ് ചെയ്യണം. അത് വേണ്ടിയിട്ട് നമ്മുടെ പ്രിൻ്റ് ഇല്ലാത്ത പക്ഷേ ഉൾവശമില്ലേ, ഉൾവശം എടുക്കണം. ഉൾവശത്ത് വെച്ചിട്ടാണ് നമ്മൾ അത് ക്ലോസ് ചെയ്തെടുക്കുന്നത്. അതായത് മെറ്റീരിയൽ നമുക്ക് സെൻറ്ററിലേക്ക് കൂടി ഒന്ന് മടക്കി എടുക്കുക. അതിൻ്റെ ക്രോസിലാണ് കേട്ടോ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കുറച്ച് താഴത്തുനിന്ന് സിബ് വെച്ചതിനേക്കാളും കുറച്ച് താഴത്തുനിന്ന് വന്നിട്ട് ഒന്ന് ക്രോസിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ക്രോസിലെടുത്തിട്ട് ആ സിബിൻ്റെ അടുത്തേക്ക് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ക്രോസിൽ കൊടുത്തിട്ട് അവിടെ ഒന്ന് ലോക്കിട്ട് എടുക്കുക എന്നിട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് കഴുത്തിന് ക്രോസ് പീസ് കൊടുക്കട്ടെ. ഞാൻ 1.25 ഇഞ്ച് വീതിക്കുള്ള ക്രോസ് പീസ് അന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അത് നമുക്കത് നെക്കിൻ്റെ അടുത്ത് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് നമുക്ക് കഴുത്തിൻ്റെ അടുത്ത് അടിച്ചെടുക്കാം. ആ സിബിൻ്റെ അടുത്ത് വരുന്ന സമയത്ത് കുറച്ച് ഉള്ളിലോട്ടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മെറ്റീരിയൽ ഇതുപോലെ മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് പ്രസ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഉള്ളിലോട്ടേക്ക് 2 മടക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇതേപോലെ അപ്പുറം വശത്തും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമുക്ക് നെക്കിന് ഇതുപോലെ സ്ക്വയറിൽ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ലേസ് വെച്ച് എടുക്കുന്നുണ്ട്. ഇതിന് താഴത്തെ ഒരു ഷേപ്പ് വരുന്ന സമയത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. ജസ്റ്റ് അതിൽ അടിച്ചെടുക്കുക. പിന്നീട് നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തിട്ട് അത് കറക്റ്റ് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, താഴത്തെ ആ ഷേപ്പ് വന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ അതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഈ ലേസിൻ്റെ കളർ തന്നെ ത്രെഡ് ഉപയോഗിക്കട്ടെ. അതിന് കുറച്ച് സൈഡിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ അടിച്ച് വരാം. എന്നിട്ട് ആ താഴത്തെ പൊങ്ങി കിടക്കുന്നിടത്തില്ല അവിടെ ഇതുപോലെ കുത്താം. അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഒരു ഷേപ്പും കൂടി ഇങ്ങനെ അടിച്ചു കൊടുക്കുക. നമുക്കത് കാണൂല, എന്താ വെച്ചാൽ വൈറ്റ് നൂലിനെ അതുകൊണ്ട് കാണില്ല. പക്ഷേ അത് നല്ല കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് തന്നെ നിന്നു കേട്ടോ. അപ്പോൾ ലേസ് വെക്കുന്ന സമയത്ത് അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. അത് ഉള്ളിൽ കവർ ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്കത് മനസ്സിലാവില്ല കേട്ടോ. കണ്ടില്ല, ഇപ്പോൾ കറക്റ്റായിട്ട് നിന്നില്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് വശം നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഞാനിവിടെ നമ്മുടെ ബാക്ക് വശത്ത് ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് കൊടുത്തു. അതിന് ശേഷം നമുക്ക് ഇത് മടക്കി അടിക്കട്ടെ. ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത സമയത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യുന്നത് കുറച്ചും കൂടി എളുപ്പം. കുറച്ച് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ആ മെറ്റീരിയൽ 1.25 ഇഞ്ച് വീതിക്കല്ലേ കട്ട് ചെയ്തേ, അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത സമയത്ത് നമുക്ക് ലാസ്റ്റ് ബാക്കിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും കേട്ടോ. നമുക്ക് ഷോൾഡർ ചെയ്യാം. ബാക്കിൻ്റെ നല്ല വശം ഫ്രണ്ടിൻ്റെ നല്ല വശം ഒരുമിച്ച് വെച്ച് കൊടുക്കാം. ഇന്ന് നമ്മൾ ഇപ്പം അടിച്ച ആ ഒരു പീസില്ല, ആ ഒരു പീസ് വിട്ടിട്ട് വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടി. അതിന് ശേഷം ആ ബാക്കത്തെ ക്രോസ് പീസിൽ അത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കവർ ചെയ്തിട്ട് നമുക്ക് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ. ഇതേപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് വശത്തെ നെക്കും ചെയ്തെടുക്കാം. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നെ ബാക്ക് നെക്ക് അടിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നല്ലോടത്തി വന്നു. അതിനുശേഷം ബാക്ക് നെക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കട്ടോ. സ്ലീവ് വെക്കുന്ന സമയത്ത് ഇതുപോലെ മെറ്റീരിയൽ വെക്കാം. അതിനുശേഷം ഒരു സ്ലീവ് എടുക്കുക. അപ്പോൾ ഫ്രണ്ടിലത്തെ കട്ട് വരുന്ന, പക്ഷേ ഫ്രണ്ടിലേക്ക് വരുന്ന രീതിക്ക് തന്നെ വെക്കണം. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ കട്ട് വരുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ സ്ലീവിൻ്റെ മുകളിൽ ഇങ്ങനെ നമുക്ക് തുണി ഇതുപോലെ വെച്ച് കൊടുക്കുന്ന സമയത്ത് ആ കട്ട് ഫ്രണ്ടിലേക്ക് തന്നെ ആണോ നോക്കാം. അപ്പോൾ അത് ആണെങ്കിൽ കറക്റ്റ്, അതാണ് വെച്ചത് കറക്റ്റാണ്. അല്ലാന്നുണ്ടെങ്കിൽ അത് അപ്പുറത്ത് സ്ലീവ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വശത്ത് സ്ലീവ് എടുക്കാം. എന്നിട്ട് അത് കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെക്കുന്ന സമയത്ത് ആ കട്ട് ഫ്രണ്ടിലേക്കില്ല, ഫ്രണ്ട് വശത്തേക്ക് തന്നെയാണോ കട്ട് വരുന്നത് നോക്കാം. എന്നിട്ട് ആ സ്ലീവും കൂടി അടിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മുടെ സൈഡത്തെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ട് സൈഡും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിത് ഏകദേശം 350 രൂപക്കാണ് കേട്ടോ ഈ ഒരു നൈറ്റ് കൊടുക്കുന്നത്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി. ബൈ ബൈ.